നമസ്കാരം. 2019 ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് അഥവാ HSRP. സാധാരണ വാഹനങ്ങൾക്ക് മുന്നിലും പിന്നിലുമായി 2 നമ്പർ പ്ലേറ്റുകൾ ഉള്ളപ്പോൾ HSRP ഉള്ള വാഹനങ്ങൾക്ക് മൂന്നാമത് ഒരു നമ്പർ പ്ലേറ്റ് കൂടിയുണ്ട്. അത് വരുന്നത് ഈ വിൻഷീൽഡ് ഗ്ലാസ്സിലാണ്. ഈ നമ്പർ പ്ലേറ്റിലെല്ലാം ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡുമുണ്ട്. ഈ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് സെൻട്രൽ ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വാഹന മോഷണവും വാഹന സംബന്ധമായ മറ്റ് ഫ്രോഡുകളും തടയാൻ വേണ്ടിയിട്ടാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് നമ്പർ പ്ലേറ്റുകളിൽ നൽകിയിരിക്കുന്നത്. ഈ HSRPയെ പറ്റി ധാരാളം സംശയങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് എത്താറുണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ആദ്യത്തെ ചോദ്യം, HSRP ആരാണ് എവിടെ വെച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്? ഒരു 2 വീലർ ആണെങ്കിലും അഥവാ കാർ ആണെങ്കിലും നമ്മളൊരു അംഗീകൃത ഡീലറിൽ നിന്നാണ് ഈ വാഹനം എടുക്കുന്നത്. ആ അംഗീകൃത ഡീലറാണ് നമുക്ക് ഈ HSRP ഫിറ്റ് ചെയ്ത് തരുന്നത്. ഇതൊരു പെർമനൻറ്റ് ഫിക്സിംഗ് ആണ്. ഇതുപോലുള്ള റിവറ്റ് ഉപയോഗിച്ചാണ് HSRP ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും HSRP ഇളക്കി മാറ്റുവാനോ പകരം മറ്റു രീതിയിലുള്ള നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കുവാനോ നിയമപരമായി നമുക്ക് അവകാശമില്ല. അപ്പോൾ ഒരു അംഗീകൃത ഡീലറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാഹനത്തിൽ HSRP ഫിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് ഇല്ലാതെ ഒരു വാഹനം നിരത്തിലേക്ക് ഇറക്കുവാൻ പാടില്ല. ഇനി നിങ്ങളുടെ വാഹനത്തിന് ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്പർ അലോട്ട് ചെയ്യുന്ന മുറയ്ക്ക് അത് ഡീലർഷിപ്പിൽ എത്തിച്ച് HSRP ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു പ്രാവശ്യം HSRP ഫിറ്റ് ചെയ്താൽ അത് ഇളക്കി മാറ്റുവാനോ അത് ടാമ്പർ ചെയ്യാനോ മറ്റു രീതിയിലുള്ള നമ്പർ പ്ലേറ്റുകൾ ഇതിൽ ഫിക്സ് ചെയ്യാനോ പാടുള്ളതല്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ സംശയം, നിങ്ങളുടെ വാഹനത്തിൻ്റെ HSRP ആരെങ്കിലും ഇളക്കിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ മോഷണം പോവുകയോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്താൽ എന്ത് ചെയ്യണം? ഈ സംഭവം നടന്ന പരിധിക്കുള്ളിലുള്ള പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അവിടെ നിന്ന് കിട്ടുന്ന അക്നോളജ്മെൻറ്റുമായി ഡീലർഷിപ്പിലേക്ക് എത്തിയാൽ ഡീലർ അക്നോളജ്മെൻറ്റ് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് പുതിയ HSRP ഓർഡർ ചെയ്ത് ഡീലറിൽ വെച്ച് ഫിറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ സംശയം, ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് നിങ്ങളുടെ HSRP ഇതുപോലെ ഒടിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ തെരുവ് നായ്ക്കളോ ഒക്കെ കടിച്ചു പറിക്കുക, അല്ലെങ്കിൽ നിരന്തരമായ ഉപയോഗം മൂലം ഇത് ഫെയ്ഡായി പോവുക, ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് HSRP ഓർഡർ നൽകേണ്ടത്? നിങ്ങളുടെ ഡാമേജ് ആയ HSRPയുമായി ഡീലറിൻ്റെ അടുത്തെത്തി അത് സറണ്ടർ ചെയ്താൽ ഡീലർ പുതിയ HSRP ഓർഡർ ചെയ്ത് ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ 2 നമ്പർ പ്ലേറ്റുകൾ കൂടാതെ മൂന്നാമതൊരു നമ്പർ പ്ലേറ്റ് കൂടെ ഇതിനുണ്ട്. അത് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ വിൻഷീൽഡ് ഗ്ലാസ്സിന് ഡാമേജ് ആയാൽ ഈ നമ്പർ പ്ലേറ്റ് നശിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഈ വിൻഷീൽഡ് ഡാമേജ് ആയതിൻ്റെ ഒരു ഫോട്ടോ ഡീലർഷിപ്പിൽ നൽകിയാൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3rd നമ്പർ പ്ലേറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. ഇനി ഒരു സംശയം കൂടിയുണ്ട്, ഏതെങ്കിലും ഒരു നമ്പർ പ്ലേറ്റ് ഡാമേജ് ആയാൽ അത് സെറ്റായിട്ടാണോ, അതായത് ഈ 3 നമ്പർ പ്ലേറ്റുകൾ കൂടി ഒന്നിച്ചാണോ മാറേണ്ടതെന്ന്? ഒരിക്കലുമല്ല. നിങ്ങളുടെ ഏത് നമ്പർ പ്ലേറ്റ് ആണോ ഡാമേജ് ആയത്, അതായത് മുന്നിലത്തെ നമ്പർ പ്ലേറ്റ് ഡാമേജ് ആയാൽ ആ മുന്നിലത്തെ നമ്പർ പ്ലേറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഇനി 3rd നമ്പർ പ്ലേറ്റ് ആണ് ഡാമേജ് ആകുന്നതെങ്കിൽ അത് മാത്രമായി നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മറ്റൊരു സംശയം കൂടി കാണും, 2019 ഏപ്രിലിന് മുമ്പ് ഉള്ള വാഹനങ്ങളിൽ എങ്ങനെയാണ് HSRP ലഭിക്കുക എന്ന്. ഇതിനായി കേന്ദ്ര ടെസ്റ്റിംഗ് ഏജൻസി അംഗീകരിച്ച HSRP മാനുഫാക്ചറിൻ്റെ സൈറ്റുകളിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി HSRP ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡീലറിൻ്റെ അരികിലേക്ക് HSRP വരികയും ആ ഡീലറിൽ നിന്ന് നിങ്ങൾക്ക് ഈ HSRP ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഞങ്ങൾ മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ നിങ്ങൾക്ക് കമൻറ്റായി ഇടാം, ഞങ്ങളതിന് മറുപടി നൽകുന്നതാണ്. നന്ദി.